നമ്മൾ ഇന്ന് ഹൽദ ഷാപ്പിലേക്ക് വന്നേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട്. വീടിൻ്റെ തൊട്ടടുത്ത് കേട്ടോ. എനിക്ക് റൂട്ട് പറയാൻ അറിയത്തില്ല, പക്ഷേ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്ലാനുണ്ട്. നമ്മൾ ബീച്ചിൽ പോകാനാണ്, കാപ്പിൽ ബീച്ച്. നേരത്തെ എൻ്റെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കാപ്പിൽ ബീച്ച് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോകണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. നന്നായിട്ട് വിശന്നായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് വരുന്നത്. വാഴയും മീൻചട്ടായി നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവർ ആ സൈഡ് കൊണ്ടുവരണം. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ പുറത്തായിരുന്നേ. പിന്നെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയിരുന്ന കാര്യം. അവിടെ ഫാൻ ഉണ്ടായിരുന്നു ഉള്ളിൽ, ആ കാണുന്ന ഷെഡിനകത്ത്. അങ്ങനെ കുറേ നേരത്തെ തീരുമാനത്തിൻ്റെ ഒടുവിൽ അപ്പവും കപ്പയും ഡക്ക് റോസ്റ്റും പോർക്ക് കറി. അമ്മയും ചേട്ടയാണെങ്കിൽ കപ്പ പ്രിഫർ ചെയ്ത ആൾക്കാർ, പക്ഷെ കഴിച്ചത് ഞാനും കൂടെയാണ് കേട്ടോ. ഞാൻ അപ്പവും പോർക്കുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷെ ഞാൻ വന്നോടനെ കപ്പയും ഡക്ക് റോസ്റ്റും ആണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അമ്മ ഇവിടെ പറഞ്ഞത് പോർക്കും അപ്പവും, ഇവിടെ കഴിക്കുന്നത് താറാവും കപ്പയും. നമുക്ക് എല്ലാം ഇട്ടിട്ട് സംശയമായിപ്പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കപ്പയും അപ്പവും ഡക്ക് റോസ്റ്റും നമ്മൾ വീണ്ടും ഓർഡർ ചെയ്ത കാര്യം. അതിൻ്റെ ടേസ്റ്റ് സഹിക്കാൻ വയ്യ, അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ അത് വീണ്ടും ഓർഡർ ചെയ്ത് ഞങ്ങൾ വീണ്ടും കഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു സാധനം വരുന്നുണ്ട്, പ്രോൺസ് ഫ്രൈ. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ ഒരു തവണ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കഴിച്ചായിരുന്നു. നന്നായിട്ട് ഫ്രൈ ചെയ്തതിൻ്റെ മേളിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരുടെ പ്ലേറ്റ് കാലിയായി, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ ലാസ്റ്റത്തൊക്കെ ഉള്ളത് എല്ലാവരും എടുക്കുവാണ്. ഇതാണ്ട് എൻ്റെ പ്ലേറ്റിലുണ്ട് ലാസ്റ്റ് ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഞാൻ ഇപ്പോൾ കൊഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇരുന്ന് പിന്നെ മീൻ കുളമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ട് പറയാനാണെങ്കിൽ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. നെഞ്ചേട്ടായി മാത്രമേ ഇല്ല കേട്ടോ. നെഞ്ചേട്ടായിക്ക് വാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നെഞ്ചേട്ടായി വീട്ടിലേക്ക് പോയി. നമ്മൾ ആ സ്ഥലത്തെത്തി. ഇതാണ് കാപ്പിൽ. വീഡിയോ കാണുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ബീച്ചും ലെഫ്റ്റ് സൈഡിലും കായലാണ് കേട്ടോ. നമ്മൾ അതിലേക്കൂടെ കയറാൻ പറ്റുമെന്നൊക്കെ നോക്കിയാണ്. ഗേറ്റ് അടച്ചേക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് കായലിലേക്ക് പോവാണ്. ആദ്യമേ കായലിൽ പോയിട്ട് പതുക്കെ വെയിലൊന്ന് താന്നതിന് ശേഷം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് കായലിൽ നിന്ന് റീൽസൊക്കെ എടുക്കാമല്ലോ, അവിടുത്തെ സ്ഥലത്തു നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്ത് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് അവിടെ കാണാൻ തന്നെ. നമ്മളിപ്പോൾ കാപ്പിൽ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലല്ല, ഇപ്പുറത്ത് കായലിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തന്നിരിക്കുന്ന അച്ചാച്ചനാണ് കേട്ടോ. ഇത് കൊച്ചുവിൻ വെല്ലുവിനാണ് എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തന്നിരിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ പല പല വ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എല്ലാം കയറി നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെ നിന്നൊക്കെ റീൽ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ തന്നെ, ഭയങ്കര ഭംഗിയാണ്. ബീച്ചിൻ്റെ കായലിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ നടന്നു പോകാം. നടന്നു പോകുന്ന വഴിയിൽ ചിലപ്പോൾ കായലിൻ്റെ അവിടെയൊക്കെ കാണാൻ നല്ല കുറച്ച് രസമുണ്ട്. മരങ്ങളൊക്കെ, വ്യത്യസ്തമായ മരങ്ങളൊക്കെ കാണാം. ഇതാണ് കേട്ടോ ബീച്ച്. നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. ഇത് നമ്മൾ നടന്നു പോകുമ്പം കായലിൻ്റെ അവിടെ ആയിട്ട് വരുന്നൊരു സ്ഥലമാണ്.
അടിപൊളിയാണ് കാണാനായിട്ട്. ഈ കിടക്കുന്ന ഡോഗ് ഉണ്ടല്ലോ ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ. ഞങ്ങളുടെ കൂടെ കളിച്ചും ചിരിച്ചുമൊക്കെ നടക്കുകയാണ്. അമ്മ വിളിച്ചതാണ്, അപ്പം അമ്മയുടെ കൂടെ ഇങ്ങനെ പോന്നു. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ വന്നത് നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട്. മരങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോയി. അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം കളിക്കുന്ന വീഡിയോസാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അമ്മ അങ്ങനെ ബീച്ചിൽ ഇറങ്ങുന്ന ആളല്ല, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് ബീച്ചിലേക്ക് പോവുകയാണ്. തിരിച്ച് പോകുന്നതിന് എനിക്ക് ഭയങ്കര തേഴ്സ്റ്റി ആയിട്ട് എന്തെങ്കിലും കുടിക്കാൻ തോന്നി. എപ്പോഴും വാങ്ങുന്ന പോലെ ഒരു സോഡ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിച്ചു. അത് കുടിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. അത് കഴിഞ്ഞപ്പോൾ പാനിപ്പൂരി അമ്മയും വാവയും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലെ ഒരെണ്ണം കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് കണ്ടാലോ.